ഇന്ത്യയെ ഇസ്ലാമിക രാഷ്ട്രമാക്കാൻ ഗൂഢാലോചന നടത്തിയെന്ന കേസിൽ PFI പ്രവർത്തകർക്ക് ജാമ്യം നിഷേധിച്ച് ബോംബെ ഹൈക്കോടതി. കേസിൽ ഗൂഢാലോചനയ്ക്ക് തെളിവുണ്ടെന്ന് ചൂണ്ടിക്കാട്ടിയാണ് നടപടി. PFIയുടെ 3 പ്രവർത്തകരുടെ ജാമ്യമാണ് കോടതി തള്ളിയത്. ശ്രീനാഥ് ചന്ദ്രൻ മുംബൈയിൽ നിന്നും വിവരങ്ങളുമായി ചേരുന്നു. ശ്രീനാഥ്, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? വേണു, 2047 ഇന്ത്യയെ ഒരു ഇസ്ലാമിക രാഷ്ട്രമാക്കാൻ വേണ്ടിയുള്ള ഒരു ഗൂഢാലോചന പ്രതികൾ നടത്തി എന്ന് ചൂണ്ടിക്കാട്ടിയാണ് പ്രതികൾക്ക് 3 പ്രതികൾക്ക് ഇപ്പോൾ ബോംബെ ഹൈക്കോടതി ജാമ്യം നൽകിയത്. ഈ കേസ് 3 വർഷം പഴക്കമുള്ളതാണ്. 2022 മലേഗാവിൽ വെച്ച് PFIയുടെ ഒരു ഓഫീസ് ഉദ്ഘാടനം നടന്നിരുന്നു. അതിന് പിന്നാലെ PFIയുടെ പ്രധാനപ്പെട്ട ആളുകൾ യോഗം ചേരുകയും ഒരു ഫത്വ ഇറക്കി എന്നതാണ് പറയുന്നത്. രാജ്യത്ത് ഇസ്ലാമിക രാജ്യമാക്കി ഇന്ത്യയെ മാറ്റണം, അതോടൊപ്പം തന്നെ മതപരമായി എതിർചേരിയിലുള്ളവരെ വധിക്കണം എന്ന് ഇവർ തീരുമാനിച്ചു. ഗൂഢാലോചന നടത്തി. വെറും ഒരു ഗൂഢാലോചനയ്ക്കപ്പുറത്തേക്ക് അത് നടപ്പാക്കാനുള്ള ശ്രമം ഇവർ നടത്തി എന്നതാണ് ഇപ്പോൾ അന്വേഷണ സംഘം കോടതിയെ അറിയിക്കുന്നത്. അത് കോടതിയും തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ആ കാര്യം ശരിവെക്കുകയുമാണ് ഇപ്പോൾ ചെയ്യുന്നത്. 2022 സെപ്റ്റംബറിലാണ് ഈ 3 പ്രതികളെ അറസ്റ്റ് ചെയ്യുന്നത്. റാസി അഹമ്മദ് ഖാൻ, ഖയ്യൂം അബ്ദുൾ ഷെയ്ഖ്, ഒപ്പം ഉനൈസ് ഉമർ പട്ടേൽ എന്നീ 3 പേർ. ഈ 3 പേരെ അന്ന് അറസ്റ്റ് ചെയ്തു. പിന്നീട് അവർ ജാമ്യം തേടി ഹൈക്കോടതിയെ സമീപിച്ചതാണ്. ഹൈക്കോടതി ഇവരുടെ പക്കൽ നിന്ന് പിടിച്ചെടുത്ത ഡിജിറ്റൽ തെളിവുകളും മറ്റുമാണ് ഈ ഘട്ടത്തിൽ ഈ ജാമ്യം നിഷേധിക്കുന്നതിനായി തെളിവായി സൂചിപ്പിക്കുന്നത്. അതിൽ 2047 രാജ്യത്തെ ഇസ്ലാമിക രാജ്യമാക്കാൻ വേണ്ടി അവർ പദ്ധതിയിട്ടു. അതിനുള്ള നീക്കങ്ങൾ നടത്തി എന്ന് കോടതി തന്നെ പറയുന്നു. ഏതായാലും അവരുടെ ജാമ്യം ഈ ഘട്ടത്തിൽ നിഷേധിക്കപ്പെടുകയാണ്.